ക്രിസ്മസിന് ഞങ്ങളിലേക്ക് ആദ്യം എത്തിയ സമ്മാനമാണിത്. ക്രിസ്മസ് കാക്ടസ്. യൂറോപ്പിലെ പല വീടുകളിലും നിങ്ങൾക്കിത് കാണാൻ പറ്റും കേട്ടോ. സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദീർഘകാല ബന്ധങ്ങളുടെയൊക്കെ പ്രതീകമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് വർഷങ്ങളോളം നിലനിൽക്കും. അപ്പോൾ ഇത് നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരോടുള്ള ബന്ധവും അതുപോലെ തന്നെ നിലനിൽക്കും എന്നാണ് കേട്ടോ ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനൊരു ഫാമിലി പ്ലാന്റ് ആയിട്ടും കണക്കാക്കി വരാറുണ്ട്. ഇത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുമ്പോൾ ഈ ഒരു ചെടി മാത്രമല്ല കൈമാറിപ്പോകുന്നത്, നമ്മുടെ ഭാഗ്യവും കൂടെയാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതെന്നാണ് കേട്ടോ വിശ്വാസം. അങ്ങനെ കഥകൾ എന്തൊക്കെയാണെങ്കിലും ഒരു പ്ലാന്റ് ഒരു ഗിഫ്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നത് രസമുള്ളൊരു പരിപാടിയല്ലേ. ഉപയോഗിച്ച് വലിച്ചെറിയാൻ പറ്റുന്ന ഒരു വസ്തുവിനേക്കാളും പരിപാലിച്ച് പോയാൽ എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കുന്ന ഇതുപോലൊരു പ്ലാന്റ് ആണെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകളും എന്നും ആ ഗിഫ്റ്റ് കിട്ടുന്ന ആളുടെ ഉള്ളിൽ നിലനിന്ന് പോവില്ലേ.